ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ആണ്. എപ്പോഴും വീഡിയോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ പേഴ്സൺ എനർജി എല്ലാം മാറിയിട്ടുണ്ടാകാം, സിറ്റുവേഷൻസ് മാറിയിട്ടുണ്ടാകാം, അവരുടെ ചിന്തകൾ മാറിയിട്ടുണ്ടാകാം. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് സെയിം ടോപ്പിക് തന്നെയാണ്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഓഫേഴ്സ് പോവാണ് 10 ദിവസം. മേ ബി നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ 24 hours തന്നെ കിട്ടാം, ഇല്ലാന്നുണ്ടെങ്കിൽ 2 days ആയിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ മൂണൊക്കെ വരുന്ന സമയത്ത് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വരുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാകും, പക്ഷെ അത് എങ്ങനെ ചെയ്യാം, ഈസി ആയിട്ടുള്ളത് ഏതാണ് എന്നൊക്കെ കൺഫ്യൂഷൻസ് ഉള്ളവരുണ്ടാകും. സോ ഒരു 10 മെത്തേഡ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അത് നെക്സ്റ്റ് മന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പേ ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ നെക്സ്റ്റ് മന്തേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. 20 ദിവസമായിരിക്കും ആ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. 10 മെത്തേഡാണ് അതിൽ വരുന്നത്. കോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പ്രാക്ടീസ് അല്ല, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് പറഞ്ഞു തരികയാണ് ഒരു ദിവസം വെച്ചിട്ട്, ഓരോന്ന് വെച്ചിട്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫുൾ മൂൺ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം വരുന്ന സമയത്ത് സ്വയം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതൊരിക്കലും ഒരു പ്രാക്ടീസ് ആയിട്ടല്ല. അപ്പം അതിൽ എമൗണ്ട് വളരെ കുറവാണ്. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. എപ്പോഴും റീഡിങ്സ് ഇടുന്നില്ല, അത് വയ്യാത്തത് കൊണ്ടല്ല. ഇപ്പം ഞാൻ ഓക്കെ ആണ്, മടി കാരണമാണ് ഇടാത്തത്. കാർഡ്സ് എല്ലാം തന്നെ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പേഴ്സണൽ റീഡിങ് ഓഫേഴ്സ് വെക്കുന്നതും പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകളാണ് നോക്കുന്നത്. അതിനു മുൻപേ ടാരോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചിലരുടെ നമ്പർ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അത് ഫോൺ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ പോയതാണ്. സോ അവരെന്നെ വീണ്ടും ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം. നോട്ട്സ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് അയച്ചിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കാരണം അവരുടെ നമ്പർ എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാനതൊന്ന് പറഞ്ഞതാണ് കേട്ടോ. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ഇപ്പോൾ എന്താണ്? വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? ലെറ്റിംഗ് ഗോ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇടയിൽ എന്താണെങ്കിലും, നിങ്ങൾ തമ്മിലിപ്പം ഒരു കോണ്ടാക്റ്റ് ഉണ്ട്, കോണ്ടാക്റ്റ് ഇല്ല, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഈ പേഴ്സൺ ഇപ്പം നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എന്ത് അവസ്ഥയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എല്ലാത്തിൽ നിന്നൊരു ലെറ്റ് ഗോയാണ് കാണുന്നത്. ട്രാൻസ്ഫർമേഷൻ, അവർക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മേ ബി ഈ പേഴ്സൺ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു സെൽഫ് ലവ്, അവനവനിലേക്ക് ഒതുങ്ങുന്ന ഒരു അവസ്ഥ ഇത്രയും ദിവസം സെറ്റായിട്ടിരുന്നിട്ടുണ്ടാകാം. അവരുടെ സിറ്റുവേഷൻ കാരണം മൈൻഡ് ഭയങ്കരമായിട്ടും ബ്ലോക്ക് ആയിട്ടുണ്ടാകാം. ഒന്നിലൊരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു മൂവ് ഓൺ അല്ലെങ്കിൽ ഒരു ലെറ്റ് ഗോയാണ് അവർ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവർക്കൊരു ചേഞ്ച് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ട്രാൻസ്ഫർമേഷൻ കാണിക്കുന്നുണ്ട്. ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പം ദൈവവിശ്വാസത്തിലേക്ക് പോയി എന്നല്ല, അവനവനെ വിശ്വസിക്കുക അല്ലെങ്കിൽ അവനവൻ്റെ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയി പോവുക, ചിന്തകളെ പോലും അവോയ്ഡ് ചെയ്യുന്ന ഒരവസ്ഥ. ഓക്കെ, മെൻ്റലി ഡൗൺ ആവാതിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇന്നർ വോയിസ് ആണ്. ഡെഫിനറ്റ്ലി അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇന്നർ വോയിസ് എന്ന് പറയുമ്പം അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു കാര്യത്തിന് ഇപ്പം അവർ കോൺസെൻട്രേറ്റഡ് ആണ്. അതായത് അവരെടുക്കുന്ന ഒരു ഡിസിഷൻ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നാളും വേറൊരാളുടെ ഓപ്ഷൻ തേടിയിട്ടായിരിക്കാം അവരെടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും ഓർത്തിപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ അവർക്കൊരു കാര്യത്തിലും കോൺസെൻട്രേഷൻ കിട്ടാതെ വരിക, ഒന്നിലേക്കും ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നില്ല.
ഹെൽത്ത് ഇഷ്യൂസ് വരിക, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺട്രോളിൽ നിൽക്കേണ്ടി വരിക, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവർ കൺട്രോൾ ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാകുക, അതിലിങ്ങനെ സ്റ്റക്കായി നിന്നിട്ടുണ്ടാകാം, അവർ ബ്ലോക്കിൽ അവർ നിന്നിട്ടുണ്ടാകും. പക്ഷെ ഇപ്പം അതിനെല്ലാം അവർ ലെറ്റ് ഗോ ചെയ്യാണ്. പകരം അവരുടെ ഉള്ളിൽ നിന്ന് എന്താണ് വരുന്നത്, ആ ഒരു ഇന്നർ വോയിസിനെയാണ് അവരിപ്പം കേൾക്കുന്നത്, അനുസരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മേ ബി സ്പിരിച്വാലിറ്റിയിലായിരിക്കും ഇപ്പം നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ദൈവവിശ്വാസത്തിൽ അഡിക്റ്റഡ് ആയി അല്ലെങ്കിൽ ആ ഒരു വേവ് ലെങ്ത്തിൽ പോയി എന്നല്ല പറയുന്നത്. അവനവനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ അവനവന് തോന്നുന്ന ഒരു ഡിസിഷൻ എടുക്കുക. പ്രൊജക്ഷൻസ് കാണുന്നുണ്ട്. മറ്റാളുകളുടെ എന്തെങ്കിലും സാന്നിധ്യമാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നമായി നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകളൊക്കെയാണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നമെങ്കിൽ അതെല്ലാം ഇപ്പം അവർ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അവരുടെ ബാക്കിലുള്ള ഒരു നിഴല് മാത്രമാണ്, അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ആളുകൾ മാത്രമാണ്, വിഷം മാത്രമാണെന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അത് നമ്മളെ തന്നെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്വയം ഡിസിഷൻ എടുത്ത് ഞാൻ എന്നെ തന്നെ വിശ്വസിക്കണം, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾക്ക് ചുറ്റിനുമുള്ള ആളുകൾ റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ പേഴ്സണ് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, വളരെ നല്ല കാര്യമാണത്. പാസ്റ്റ് ലീവ്സ് വന്നിട്ടുണ്ട്. അതായത് പാസ്റ്റിലെ ഫസ്റ്റ് തന്നെ ഇവിടെ ലെറ്റിംഗ് ഗോയാണ് വന്നത്. അവരെല്ലാ കാര്യങ്ങളെയും ഇപ്പം ലെറ്റ് ഗോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ മെമ്മറീസും ഉണ്ടായിരിക്കാം, വേദനപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം അവരെ റിജക്റ്റ് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ രണ്ടാമതും വന്നതോ അല്ലെങ്കിൽ ക്ഷമ ചോദിച്ച് വന്നപ്പോൾ നിങ്ങൾ ക്ഷമിച്ചിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് പാസ്റ്റിലെ ഒരു വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡിസ്റ്റർബ് ആകുന്ന മെമ്മറീസ് തന്നെയാണ്. അതിനെയൊക്കെ അവർ കളയാണ്. പാസ്റ്റ് ലീവ്സ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു പാസ്റ്റിലെ എല്ലാ മെമ്മറീസിനെയും അവർ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നല്ല നല്ല മെമ്മറീസിനെ അല്ല പറയുന്നത്, അവരുടെ ലൈഫിന് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്നെല്ലാം അവർ മൂവ് ഓൺ ചെയ്യാണ്, ലെറ്റ് ഗോ ചെയ്യാണ്. പേഷ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല അധികം ക്ഷമ പഠിച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഇത്രയും നാളും ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കാം അവർ ക്ഷമ പഠിച്ചിട്ടുണ്ടാവുക. അതായത് ഇത്രയും ദിവസം നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആളുകളെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം, എങ്ങനെ നിൽക്കണം എന്ന് പഠിച്ചിട്ടുണ്ടാകാം. എപ്പോഴും ഒരു മനുഷ്യനിലേക്ക് ഒതുങ്ങി പോകുന്നത് ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെയാണ്. സോ ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടാകാം. മേ ബി അത് അവരായിട്ട് തന്നെ സ്വയം വരുത്തി വെച്ചതായിരിക്കാം. ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്നെ സ്വയം വരുത്തി വെച്ചിട്ടുള്ള കാര്യമായിരിക്കാം ഈ ഒരു അനുഭവങ്ങളെന്ന് പറയുന്ന സംഭവം. കവറേജ് വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അവരുടെ ലൈഫിൽ പുതിയൊരു തുടക്കമാണ് കാണുന്നത്, ഒരു ചേഞ്ച്. അതായത് പോസിറ്റീവ് ചേഞ്ച് ആണ്. അവർക്ക് ചുറ്റിനും ഇപ്പോൾ ഒരു ബ്രൈറ്റ്നെസ് വന്നതുപോലെ, ഇൻറ്റൻസിറ്റി, അവരുടെ ഉള്ളിലേക്ക് ഒരുപാട് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ. ഓക്കെ, ചുറ്റിനുമുള്ള എല്ലാ ചെങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞിട്ട് അവരിപ്പം അവരുടേതായിട്ടുള്ള ഒരു മൈൻഡിൽ നിൽക്കുകയാണ്. നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ് എല്ലാ കാർഡ്സും. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് അവർക്ക് എന്താ വേണ്ടത് എന്നുള്ളത് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ടെൻഷൻ അടിച്ചിരിക്കാനോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇടയിൽ സ്റ്റക്കായി നിൽക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും അല്ല, അവരാണ് ശരി എന്നുള്ള രീതിയിൽ അവർ മൂവ് ചെയ്യാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് എവിടെയാണ് തെറ്റ് ശരി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവരവരുടെ ഇന്നർ വോയിസിൽ ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു ഗൈഡൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾ ഇപ്പോഴും വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതേ ചേഞ്ച് നിങ്ങൾക്കും വരേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പേഴ്സൻ്റെ എനർജിയിൽ, അല്ലെങ്കിൽ ആ പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ജീവിക്കൂ എന്നുള്ള എനർജിയിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേ ഇങ്ങനെ സ്നേഹിക്കുന്നവർ നിങ്ങളിലേക്കും വരത്തുള്ളൂ. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, നിങ്ങളും ഇതേ എനർജിയിൽ തന്നെ പോവുക, അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും പോസിറ്റീവ് കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അവരുടെ എനർജി നമ്മളിവിടെ നോക്കുമ്പം, അവരുടെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാപ്പിയാണ്. ഹാപ്പി മീൻസ് അവർ സ്വയം ക്രിയേറ്റ് ചെയ്ത്, അവർ സ്വയം സെൽഫ് ലവ് ചെയ്യുന്നതിലുള്ള ഒരു ഹാപ്പിനെസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അല്ലാണ്ട്
തേർഡ് പാർട്ടീസ് ഇൻവോൾവ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ലോകത്തിലൂടെ കറങ്ങി നടക്കുന്ന ഒരു ഹാപ്പിനെസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. സ്വയം അവനവനിൽ ഒതുങ്ങി നിന്ന് അവർക്ക് വേണ്ടാത്ത, അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മൈൻഡിനെ ഡൗൺ ആക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മായ്ച്ചു കളഞ്ഞിട്ട് കണ്ടെത്തുന്ന ഒരു ഹാപ്പിനെസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.